വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുന്നു. മറ്റൊരു പദ്ധതിക്കും ഉണ്ടാകാത്ത അത്ര തടസ്സങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തിന് നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയ തർക്കങ്ങളും പ്രാദേശിക പ്രതിഷേധങ്ങളും തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ വരെ എതിർപ്പുകൾ ഉണ്ടായി. ഇതെല്ലാം അതിജീവിച്ചാണ് വിഴിഞ്ഞം എന്ന മലയാളിയുടെ സ്വപ്നം ഈ 2-ാം തീയതി യാഥാർത്ഥ്യമാവുന്നത്. ദീർഘദർശിയായ ഭരണാധികാരി ദിവാൻ CP രാമസ്വാമിയുടെ കാലത്താണ് വിഴിഞ്ഞത്തിന്റെ വികസന സ്വപ്നങ്ങളും പുനർജനിച്ചത്. തുറമുഖത്തിനു വേണ്ടി CP സർവേ നടത്തി. ഇതിനിടെ രാജഭരണം മാറി ജനാധിപത്യം നിലയിൽ വന്നു. അതോടെ വിഴിഞ്ഞവും പതിയെ മറവിയിലേക്ക്. ഇതിനിടെ 2009 തുറമുഖത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ സർക്കാർ നിയമിച്ചിരുന്നു. ഭൂ ഉടമ മാതൃകയിൽ പദ്ധതി നടപ്പാക്കാനായിരുന്നു ഉപദേശം. വെൽസ്പൺ ഗ്രൂപ്പ് ടെൻഡറിൽ യോഗ്യത നേടി. പക്ഷേ അവർക്കും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. എല്ലാം അവസാനിച്ചു എന്ന നിരാശ പടർന്ന കാലം. 2013 വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നു. ഇതോടെ പുതിയ വേഗം കൈവന്നു വിഴിഞ്ഞമെന്ന സ്വപ്നത്തിന്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പിന് കൈകൊടുത്തു. ഡിസംബർ 15 അദാനിയുമായി ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടു. 1000 ദിവസം കൊണ്ട് ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തും. ഇതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. കരാറിനെതിരെ പ്രതിപക്ഷം നിലപാടെടുത്തു. പിന്നെയും അനിശ്ചിതത്വത്തിന്റെ തിരമാലകൾ വിഴിഞ്ഞം തീരത്തെ പൊതിഞ്ഞു. പ്രകൃതിദത്ത തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് പ്രകൃതി തന്നെ തടസ്സമായി.
വീശിയടിച്ച ഓഖി ചുഴലിക്കാറ്റിൽ പുലിമുട്ടുകൾ നശിച്ചു, കല്ലുകൾ കടലെടുത്തു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖത്തിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഉമ്മൻചാണ്ടിയുടെ കരാറിൽ പിണറായി വിജയൻ മാറ്റങ്ങൾ വരുത്തി. വിഴിഞ്ഞം പദ്ധതിക്ക് പുതിയ ഗതിവേഗം. പ്രതിസന്ധികൾ അപ്പോഴും വിഴിഞ്ഞത്തെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു. പാറയ്ക്കും ചുണ്ണാമ്പു കല്ലിനുമെല്ലാം ക്ഷാമം നേരിട്ടു. തമിഴ്നാട്ടിൽ നിന്ന് പാറ എത്തിച്ചു. പിന്നാലെ വന്ന കോവിഡ് വ്യാപനം വിഴിഞ്ഞത്തെ വീണ്ടും പിന്നോട്ടടിച്ചു. കോവിഡ് മാറി നിർമ്മാണം തുടങ്ങി. അപ്പോഴേക്കും പ്രദേശവാസികൾ സമരവും തുടങ്ങിയിരുന്നു. തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ച് വിഴിഞ്ഞം തീരത്ത് സമരവേലിയേറ്റങ്ങളുടെ കാലമായിരുന്നു. പിന്നീട് മാസങ്ങളോളം സമരക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതുവരെ കാര്യങ്ങളെത്തി. സർക്കാർ സമരത്തെ അടിച്ചമർത്തി. പതിയെ പതിയെ തീരം ശാന്തമായി. മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. 2024 ജൂലൈ 12 ട്രയൽ റൺ നടത്തി. ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ തീരം തൊട്ടു. വിഴിഞ്ഞത്ത് അത്യാഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ. തടസ്സങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഥകൾ അവിടെയും അവസാനിച്ചില്ല. വിഴിഞ്ഞത്തൊരു തുറമുഖം വന്നാൽ അത് തങ്ങളെ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെട്ട അയൽ സംസ്ഥാനവും അയൽ രാജ്യങ്ങളുമൊക്കെ കഴിയും പോലെ വിഴിഞ്ഞത്തിന് പാരപണിതു. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് നാട്ടിലില്ലാത്ത വ്യവസ്ഥകൾ വച്ച് കേന്ദ്ര സർക്കാരും ബുദ്ധിമുട്ടിച്ചു. തടസ്സങ്ങളെ കീറിമുറിച്ച് വിഴിഞ്ഞമെന്ന കപ്പൽ കുതിക്കുകയാണ്. രാജ്യത്തിനും കേരളത്തിനും അഭിമാനമായി. സമൃദ്ധിയുടെ നല്ല നാളുകൾ സ്വപ്നം കാണാൻ മലയാളിക്ക് കരുത്തായി. വിഴിഞ്ഞത്തു നിന്നും അരുൺ പാലോടിനൊപ്പം വി അരുൺ, ന്യൂസ് 18.